Hey guys, once again welcome back to my channel. So guys, 3 ആഴ്ച എടുത്ത് എനിക്ക് 2 kgs കുറയ്ക്കാൻ. പക്ഷേ ഒരാഴ്ച എനിക്ക് മതിയായിരുന്നു വെയിറ്റ് അതുപോലെ തന്നെ 2 kgs കൂടാൻ. ഇന്ന് രാവിലെ എണീച്ച് വെയിറ്റ് ചെക്ക് ചെയ്തു. വെയിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും 76.10 ആയി. കുഴപ്പമില്ല, അത് നമുക്ക് കുറയ്ക്കാം. ബട്ട് ഇതിനെ എനിക്ക് മനസ്സിലാക്കാം, എൻ്റെ ബോഡിക്ക് ഞാൻ കാർബ്സ് ഈ ഒരാഴ്ച 1.5-2 ആഴ്ച ഞാൻ സുഖമില്ലാത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾ മനാലിയിൽ കറങ്ങാൻ പോയതുകൊണ്ടും കാർബ്സ് ഞാൻ ഒന്നും കൺട്രോൾ ചെയ്തില്ല, എല്ലാം കഴിച്ചു. അപ്പോൾ എൻ്റെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആ കാർബ്സിനും, നോട്ട് ജസ്റ്റ് ഷുഗർ ബട്ട് കാർബ്സ് ഒക്കെ. ഈ മോർണിംഗ് തന്നെ ലെമനും ജിഞ്ചർ വാട്ടറാണ് ഞാൻ കുടിക്കുന്നത്. ഗൈസ്, ഞാൻ ഇനി ഓഫീസിൽ നിന്ന് വന്ന് ആദ്യമേ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്, രാത്രി തന്നെ കുതിർത്ത് വെച്ച്. ഇത് ആൽമണ്ട്സും വാൾനട്ട്സാണ് ഉള്ളത്. അഗെയിൻ ദീസ് ആർ ഗുഡ് ഫാറ്റ്സ്. അത് കാരണം ഞാൻ ബേസിക്കലി കാർബ്സ് കുറച്ചിട്ട് ഫാറ്റ്സും പിന്നെ പ്രോട്ടീൻസ് ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. സോ അതാവുമ്പം എൻ്റെ ബോഡി ഓട്ടോമാറ്റിക്കലി കീറ്റോസിസ് പ്രോസസ്സിനായിട്ട് പോകും. സോ വെയിറ്റ് ലോസ് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്ററായി കാണാം. സോ അതുപോലെ തന്നെ ഞാൻ ഈ നട്ട്സും ഇത് കഴിഞ്ഞിട്ട് ലഞ്ച് മാത്രമേ കഴിക്കൂ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്നും കഴിക്കത്തില്ല. സോ ബേസിക്കലി ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം തവണ നമ്മൾ കഴിക്കുമ്പം നമ്മളുടെ ബോഡിയിൽ ഇൻസുലിൻ സ്പൈക്ക് ആവും. ഇൻസുലിൻ സ്പൈക്ക് ആവുമ്പം നമ്മളുടെ ബോഡി മെറ്റബോളിസം അത്രയും നല്ലതുപോലെ ചെയ്യത്തില്ല. അപ്പം നമ്മളുടെ ഈ ഫാറ്റ്സ് കഴിക്കുന്ന ചാപ്പാടും ഫുഡെല്ലാം അത് ഫാറ്റ്സിലോട്ട് കൺവേർട്ടായി നമ്മൾ വണ്ണം വെക്കും. അത് കാരണം ഞാൻ ഈ അതായത് ഈ നട്ട്സും അതുപോലെ തന്നെ ലഞ്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കഴിക്കത്തില്ല. സോ ഗൈസ്, ഇന്ന് ഫ്രൂട്ടിന് ഞാൻ കഴിക്കുന്ന പപ്പായ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അമ്മ ഇന്ന് ലഞ്ചിന് ബീൻസിൻ്റെ കൂട്ടാൻ തേങ്ങ ഒക്കെ ഇട്ട്, അതായത് ഗുഡ് ഫാറ്റ്സ് ആയതും പിന്നെ ഇതൊരു പച്ചക്കറി ഇല കൂട്ടാൻ പിന്നെ ഇത് നമ്മളുടെ സാലഡ് ആൻഡ് ദെൻ ഇത് 4 മുട്ടയുടെ ഓംലെറ്റ്, ഹോൾ എഗ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഹൈ പ്രോട്ടീൻ ലഞ്ച്.